സമയം 5:30 മണി. കൃപാസനം മാതാവിനോടുള്ള രാവിലത്തെ പ്രാർത്ഥനയാണ്. ഇതാണ് കൃപാസനത്തിൽ നിന്ന് തരുന്ന തൈലം. ഇത് നീലത്തിരി കത്തിച്ച്. ഇതാണ് കൃപാസനം തരുന്ന ഉപ്പ്. ഇതാണ് കൃപാസനത്തിൽ തരുന്ന പ്രാർത്ഥനയുടെ പുസ്തകം. നമുക്ക് ഒരുമിച്ച് 5:30 പ്രാർത്ഥന ചൊല്ലാം. ഇതിൽ പേജ് നമ്പർ 60 കഴിവതും നമ്മൾ മുട്ടുകുത്തി നിന്ന് കൃപാസനം തൈലം നമ്മൾ തലയിൽ കുരിശ് വരച്ച് തിരി കത്തിച്ചിട്ട് ആണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. പ്രെയർ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേലും വസ്തുനിഷ്ഠവും ദൈവശാസ്ത്രവിധി പ്രകാരവുമായുള്ള അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രകൃതി മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മ ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം പറയുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയിൽ പിറന്ന പോന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു, പാതാളങ്ങളിൽ ഇറങ്ങി, മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സത്യത്തിലെ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. ഉടൻ ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളെ മോചനത്തിലും ശരീരത്തിന് ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഇത് കഴിഞ്ഞ് 7 സ്വർഗസ്ഥനായ പിതാവും 7 നന്മ നിറഞ്ഞ മറിയും പറയുക. അതിനുശേഷം 2004 ഡിസംബർ 7 ഉച്ചയ്ക്ക് 2:30 മണിക്ക് കൃപാസനം അൾത്താരയിൽ നടന്ന പരിശുദ്ധ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടൽ അത്ഭുത സംഭവം നിഷ്പക്ഷവും വസ്തുനിഷ്ഠവുമായ അന്വേഷണ പഠനം നടത്തി തിരുസഭാ സമക്ഷം ദൈവഹിതം വെളിവാക്കുന്നതിനു വേണ്ടി ആലപ്പുഴ രൂപത അധ്യക്ഷൻ റവറൻഡ് ഫാദർ ഡോക്ടർ സ്റ്റീഫൻ അത്തിപ്പടിയിൽ പിതാവിന് കൃപാസനം ഡയറക്ടർ വി.പി. ജോസഫ് പള്ളി വീട്ടിൽ അന്വേഷണ പഠനത്തിന് സഹായകരമായ അനുബന്ധ രേഖകളും
അടങ്ങിയ 323 പേജുള്ള അപേക്ഷയോട് കൂടി ബെൻഡ് ചെയ്ത പഠനഗ്രന്ഥം 2016 ജൂലൈ 20 വൈകുന്നേരം 4 മണിക്ക് ആലപ്പുഴ ബിഷപ്പ് ഹൗസിൽ വെച്ച് പിതാവിന് സമർപ്പിച്ചു.